ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 3ഉം 4ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 54 കാളിയൻ്റെ കാളിന്തി പ്രാപ്തിയും ഗോകുലങ്ങൾക്കു വിഷബാധയും. ശ്ലോകം 3. തസ്മിൻ കാലേ കാളിയക്ഷ്വേളദർപ്പാത് സർപ്പാരാധേ കൽപ്പിതം ഭാഗമശ്നൻ തേന ക്രോധാത്വുത്പദാംഭോജഭാജ പക്ഷക്ഷിപ്തസ്തദ്ദുരാപം പയോഗാത്. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. തസ്മിൻ കാലേ കാളിയ ക്ഷ്വേള ദർപ്പാത് സർപ്പാരാധേ കൽപ്പിതം ഭാഗം അശ്നൻ തേന ക്രോധാത് ത്വത്പദാംഭോജ ഭാജ പക്ഷക്ഷിപ്ത സ്തത് ദുരാപം പയോഗാത്. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. തസ്മിൻ കാലേ സമയത്ത് കാളിയ കാളിയൻ ശ്വേളദർപ്പാത് വിഷാദിക്യം നിമിത്തമുണ്ടായ മതത്താൽ സർപ്പാരാധേ ഗരുഡന് കൽപ്പിതം തയ്യാറാക്കപ്പെട്ട ഭാഗം ആഹാരം അശ്നൻ ഭക്ഷിക്കുന്നവനായിട്ട് ത്വത്പാദാംഭോജ ഭാജ അങ്ങയുടെ പാദപത്മത്തെ ഭജിക്കുന്നവനായ തേന അഗരുഡനാൽ ക്രോധാത് കോപം നിമിത്തം പക്ഷക്ഷിപ്ത ചിറകുകൊണ്ട് പ്രഹരിക്കപ്പെട്ടവനായി ഭവിച്ചിട്ട് തദുരാപം ആ ഗരുഡന് പ്രാപിക്കാൻ വയ്യാത്ത പയ കാളിന്തി ജലത്തെ അഗാത് പ്രാപിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. തസ്മിൻ കാലേ കാളിയ അവിടെ വിസർഗം, ക്ഷ്വേളദർപ്പാത് സർപ്പാരാധേ അത് ചേർത്ത് എഴുതിയിരിക്കുകയാണ്. ശ്വേളദർപ്പാത് സർപ്പാരാധേ ചേർത്ത് എഴുതുമ്പോൾ താസ ചേർത്തിട്ട് സ എന്നാണ്. അവിടെയും വിസർഗമുണ്ട്, അപ്പോൾ വിസർഗം പറയണം. ശ്വേള എന്നുള്ളതിൻ്റെ ക്ഷാന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. കൽപ്പിതം ഭാഗമശ്നൻ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. തേന ക്രോധാത് ത്വത് ചേർത്തിട്ട് ക്രോധാത്വത്പദാംഭോജ ഭാജ ക്രോധാത് എന്നുള്ളതിൻ്റെ ധാന്ന് നന്നായിട്ട് ഊന്നി പറയണം. പദാംഭോജ ഭാജ 2 ഭാന്നും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഭോജ എന്നുള്ളതിൻ്റെയും ഭാജ എന്നുള്ളതിൻ്റെയും ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. പക്ഷക്ഷിപ്ത പക്ഷ എന്നുള്ള ക്ഷാന്നും ക്ഷീന്നും നന്നായിട്ട് ഊന്നി പറയണം. സ്തദ് ദുരാപം ചേർത്തിട്ട് സ്തദ്ദുരാപം ദു മെല്ലെ നൂന്നി പറയണം. പയോഗാത് പയ അഗാത് ചേർത്തിട്ടാണ് പയോഗാത്, അങ്ങനെ നിർത്താം. തസ്മിൻ കാലേ കാളിയ ക്ഷ്വേളദർപ്പാത് സർപ്പാരാധേ കൽപ്പിതം ഭാഗമശ്നൻ തേന ക്രോധാത്വുത്പദാംഭോജ ഭാജ പക്ഷക്ഷിപ്തസ്തദ്ദുരാപം പയോഗാത്. അടുത്തത് 4ാമത്തെ ശ്ലോകം. ഘോരേ തസ്മിൻ സൂരജാ നീരവാസേ തീരേ വൃക്ഷാ വിക്ഷതാ ശ്വേളവേഗാത് പക്ഷിവ്രാതാ പേതുരഭ്രേ പതന്ത കാരുണ്യാർദ്രം ത്വന്മനസ്തേന ജാതം. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ വായിക്കാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. ഘോരേ തസ്മിൻ സൂരജ നീരവാസേ തീരേ വൃക്ഷാ വിക്ഷതാ ക്ഷ്വേളവേഗാത് പക്ഷിവ്രാതാ പേതുർ അഭ്രേ പതന്ത കാരുണ്യാർദ്രം ത്വന്മനസ്തേന ജാതം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഘോരേ ഭയങ്കരമായ, തസ്മിൻ ആ സൂരജാ നീരവാസേ യമുന ജലത്തിൽ വസിക്കുമ്പോൾ, തീരെ തീരത്തിലുള്ള, വൃക്ഷങ്ങൾ, ക്ഷ്വേളവേഗാത് വിഷശക്തിയാൽ,
വിക്ഷതാ നശിച്ചു, അഭ്രേ ആകാശത്തിൽ, പതന്ത പറക്കുന്ന, പക്ഷിവ്രാതാ പക്ഷിസമൂഹങ്ങൾ, പേതു താഴെ പതിച്ചു, തേന അതിനാൽ, ത്വന്മനഃ അങ്ങയുടെ മനസ്സ്, കാരുണ്യാർദ്രം കരുണ കൊണ്ടലിഞ്ഞതായി, ജാതം ഭവിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ഘോരേ ഖ എന്നുള്ളത് മേഘം എന്നുള്ളതിൻ്റെ ഖ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. തസ്മിൻ സൂരജാനീരവാസേ തീരേ വൃക്ഷാ വൃ എന്നാണ്, ശ്രദ്ധിച്ചോളൂ. അത് ക്ഷാ നീട്ടിയിട്ട് വിസർഗം, ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വിക്ഷതാ ഇവിടെ അതേപോലെ ക്ഷ എന്ന് ഊന്നി പറയണം. താ എന്ന് നീട്ടിയിട്ട് വിസർഗം. ക്ഷേളവേഗാത് ക്ഷേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പക്ഷിവ്രാതാ ഇവിടെ നീട്ടിയിട്ട് വിസർഗം. ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വ്ര എന്നാണ് ഇവിടെ അക്ഷരം, ശ്രദ്ധിച്ചോളൂ. വൃക്ഷ അതിൻ്റെ മേലെ വൃ എന്നാണ്, ഇത് വ്ര എന്ന്, രണ്ടും വ്യത്യാസം ശ്രദ്ധിച്ചോളൂ. പേതുരഭ്രേ ഭ്രേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പതന്ത അവിടെ വിസർഗം. കാരുണ്യാർദ്രം ത്വന്മനസ്തേന ജാതം, അങ്ങനെ നിർത്താം. ഘോരേ തസ്മിൻ സൂരജാനീരവാസേ തീരേ വൃക്ഷാ വിക്ഷതാ ക്ഷേളവേഗാത് പക്ഷിവ്രാതാ പേതുരഭ്രേ പതന്ത കാരുണ്യാർദ്രം ത്വന്മനസ്തേന ജാതം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.